മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അയ്യോ, ഇതങ്ങ് സുന്ദരിയായിട്ടുണ്ടല്ലോ എന്റെ മോള്. മോളുടെ കാലിന് വയ്യാത്തതല്ലേ, പിന്നെന്തിനാ ഇന്ന് തന്നെ ഫംഗ്ഷൻ വെച്ചത്? അതിനു പിന്നിൽ മറ്റു ചില ഉദ്ദേശങ്ങളുണ്ടമ്മേ. ഞങ്ങളെ മനഃപൂർവ്വം ചിലര് കൊച്ചാക്കാൻ ശ്രമിക്കുമ്പോ ഞങ്ങൾ ഒട്ടും മോശക്കാരല്ലെന്ന് അവരെയൊക്കെ അറിയിക്കണ്ടേ? മത്സരമൊന്നും വേണ്ടെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ, കേക്കണ്ടേ? നിങ്ങൾ പോകുന്ന ഫംഗ്ഷനില് കണ്ണേട്ടിനെ അവളെയും വിളിക്കണ്ടായിരുന്നു. അവര് വരണം, വന്നേ തീരൂ. രാവിലെ മഞ്ജുവിന്റെ കണ്ണേട്ടൻ കമ്പനിയിലേക്ക് പോയപ്പോ അവളെ കൂടെ കൂട്ടിയതിന്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഇന്നത്തെ രാത്രിയോടെ അവസാനിക്കണം. അതിന് മോൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. എനിക്കൊപ്പം അമ്മയുടെ മോന് ഉറച്ചങ്ങ് നിന്നാ മതി. മോളെ, ദേ അവിടെ വെച്ച് അടിയും വഴക്കൊന്നും ഉണ്ടാവല്ലേ? ഏയ്, അങ്ങനെ അടിയും വഴക്കൊന്നും ഉണ്ടാക്കാനല്ല ഞാൻ പോകുന്നത്. അവളുടെ അഹങ്കാരത്തിന്റെ മുനയൊടിക്കാനാ. എന്തൊക്കെ അവൾക്ക് കിട്ടിയാലും അവളുടെ ഭർത്താവിന്റെ കുറവുണ്ടല്ലോ, അതവൾക്ക് ബോധ്യപ്പെടണം. അത്രേ എനിക്ക് വേണ്ടൂ. വാ ഉണ്ണേട്ടാ, അമ്മ പോയിട്ട് വരാവേ. ഇനി എന്തൊക്കെ സംഭവിക്കുമോ എന്തോ. അല്ല, ഏട്ടത്തിയുടെ സ്ഥാനത്ത് ഞാനായാലും ഇതൊക്കെ തന്നെ ചെയ്തേനെ. അത്രയ്ക്ക് അഹങ്കാരമല്ലേ അയാൾക്ക്? ഉണ്ണിയേട്ടനെ എത്ര തവണ അയാൾ കൊച്ചാക്കിയത്? അതിനയാൾക്ക് തിരിച്ചടി കിട്ടണോ അമ്മേ? തിരിച്ചടി കിട്ടുന്നതൊക്കെ കൊള്ളാം. ദേ, അവൻ ഇടഞ്ഞാലേ നിന്റെ ഭാവി പോലും അവതാളത്തിലാവും. അത് നീ മറക്കണ്ട. ഡെയ്സി, വാ. നമ്മുടെ കല്യാണം കഴിഞ്ഞ ശേഷം ആദ്യമായിട്ടൊരു ഫംഗ്ഷന് പോവല്ലേ, അതുകൊണ്ട് തന്നെ ശരിക്കും ഒരുക്കാന്ന് കരുതി. ഡെയ്സി തന്നെ ഒരുക്കും. ബ്യൂട്ടീഷ്യനാ. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരു വഴിക്ക് പോകുമ്പോഴേ അതിൻ്റെതായ ഗമയോടെ പോണം. സാഗറിന് ടെക്സ്റ്റൈൽസ് വിട്ട് വാങ്ങിപ്പിച്ച സാരിയാ. അവനെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്തേ. നോക്ക്. ഇതിന് വലിയ വിലയായി കാണുമല്ലോ. വിലയൊന്നും ഞാൻ നോക്കില്ല. മഹിക്ക് ചേർന്ന ഡ്രസ്സാണോന്ന് നോക്കിയോളൂ. ഇതൊക്കെ അണിഞ്ഞ് സുന്ദരിയായിട്ട് വേണം പോവാൻ. ഓർണമെന്റ്സ് എല്ലാം വീട്ടിലാ. ഈ ആഭരണങ്ങൾ അധികം അണിഞ്ഞ് പെൺകുട്ടികൾ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല, പ്രത്യേകിച്ച് എന്റെ ഭാര്യ. മുഖത്തിന് നല്ല സൗന്ദര്യമുണ്ടല്ലോ, അത് വെറുതെ ആഭരണത്തിൽ മുങ്ങിപ്പോണ്ട. വരുന്നവരൊക്കെ മഹിയുടെ കഴുത്തിലേക്കല്ല നോക്കേണ്ടത്, മുഖത്തേക്കാ. റെഡിയാവാം. ആ,
എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ്. ആൾ അടിപൊളിയാണല്ലോടി. അവള് വന്നില്ലേടി? ഇപ്പൊ വരും. അവളുടെ ഹസ്ബൻഡിനെ കണ്ടിട്ടില്ലല്ലോ. നീ പറഞ്ഞല്ലോ അയാളെ പറ്റി. പേരിനൊരു ഭർത്താവ്. അവളെ കൈവിട്ട് പോവാതിരിക്കാനേ എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ട് നടക്കുക. ഓഫീസിൽ പോകുമ്പോഴും അവള് കൂടെയുണ്ട്. എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താടി കാര്യം? ജീവിതം പോയില്ലേ? അത് ഇന്ന് അവളുടെ മുഖത്ത് നോക്കി നീയൊക്കെ പറയണം. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് പോയാലേ അവൾക്കൊരു കുടുംബ ജീവിതമെങ്കിലും കിട്ടും. അല്ലെങ്കിൽ അതും ഇല്ല. വാ വാ. ഞാൻ പോക്കോട്ടെ സാർ. അവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് വാങ്ങിച്ചോണ്ട് വെക്കും. ശരി സാർ. എന്നാ ശരി ചേച്ചി. എന്താ ഇങ്ങനെ നോക്കുന്നേ? ഓരോ നിമിഷം കഴിയുന്തോറും മഹിയുടെ സൗന്ദര്യം കൂടിക്കൂടി വരികയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത് അങ്ങനെയാ കണ്ണേട്ടാ. നമ്മുടെ കൂടെ ജീവിക്കുന്നവർക്ക് സൗന്ദര്യം ഉള്ളതായിട്ട് നമുക്ക് തോന്നും. എന്റെ നോട്ടത്തിലേ എന്നെക്കാൾ ഓരോ ദിവസം കഴിയുന്തോറും സൗന്ദര്യം കൂടിക്കൂടി വരിക കണ്ണേട്ടന്. എന്റെ കാഴ്ചപ്പാടും അങ്ങനെ തന്നെയാ. എന്റെ ഭാര്യ തന്റെ അനിയത്തെക്കാളും ഒട്ടും പിന്നിൽ പോകാൻ പാടില്ല. അതൊരു മത്സരമൊന്നുമല്ല. മറിച്ച് എന്നും ചേച്ചി ജയിക്കാൻ മാത്രമാണ് തന്റെ അനിയത്തെ ശ്രമിക്കുന്നത്. അത് എനിക്കങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. അവൾ എന്നെക്കാളും ഇളയതല്ലേ? പക്ഷേ അങ്ങനെയല്ലല്ലോ അവൾ ജീവിക്കുന്നത്. സർ. ആ സാഹൃത്യ എങ്ങനെയുണ്ടോ എന്റെ ഭാര്യ ഈ വേഷത്തില്? എന്റെ അമ്മോ, കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യമാണല്ലോ. എന്താടോ? കൊള്ളാം സാർ. ആ എന്നാ പിന്നെ ഞങ്ങളുടെ ഫോട്ടോ ഒന്ന് ഇതിലെടുക്ക. ആ ശരി. കൊലച്ചതിയാണല്ലോടാ ദുഷ്ടാ നീ ഈ സുന്ദരിയായ പെൺകുട്ടിയോട് കാണിച്ചത്. ആ കാല് തളർന്നെങ്കിലും എന്താ, കല്യാണം കഴിച്ചത് ഒരു 1.5 ഐറ്റത്തെ തന്നെയല്ലേ? നോക്കട്ടെ. കാർ റെഡിയാണ് സർ. എന്ന് വെച്ച് എനിക്ക് നിങ്ങളെപ്പോലെ ഓടി വന്ന് കാർ കയറാൻ പറ്റുമോ? അല്ല, കാർ റെഡിയാണെന്ന് പറയുമായിരുന്നു. എന്നാ പുറപ്പെടാം മഹി. വാ. അവളെ പ്രേമിച്ച് വശം കെടുത്തിയിട്ട് എൻ്റേതാക്കി മാറ്റണം. അതാണ് എന്നെ ഏൽപ്പിച്ച ദൗത്യം. ഇനിയിപ്പോ അങ്ങനൊരു ജോലി എന്നെ ഏൽപ്പിച്ചില്ലെങ്കിലും ഇതുപോലെ നല്ല സ്വഭാവമുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഏതൊരാണും സ്വന്തമാക്കാൻ ആഗ്രഹിക്കും.
എന്താ സാഗറെ? അയ്യോ, അത് പിന്നെ സാർ കംഫർട്ടല്ലേ? ഡ്രൈവിംഗ് കുഴപ്പമൊന്നുമില്ലല്ലോ? സാഗറിന് ഞാൻ എൻ്റെ ഓഫീസിലെ സ്റ്റാഫായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ ഡ്രൈവറായിട്ടൊന്നുമല്ല. എങ്കിലും സാഗർ അകത്തിരിക്കുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. സുഖയാത്ര എന്ന് വേണമെങ്കിൽ പറയാം. അതെ, നിന്റെ വാക്കുകളല്ല കണ്ണ, നിന്റെ ഭാര്യയുടെ വാക്കുകളാ എനിക്ക് വേണ്ടത്. ഞാൻ നല്ലൊരു ഡ്രൈവറാ, അത് നിനക്ക് മനസ്സിലാകാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ മഹാലക്ഷ്മിക്ക്, തനിക്ക് എവിടെ പോണെങ്കിലും സാഗറിനെ വിളിക്കാം. എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് താനെങ്കിൽ തന്റെ PS ആ സാഗർ. ആ വെറുതെ വേണ്ട കേട്ടോ, അതിന്റെ സാലറി കുറച്ച് വ്യത്യാസപ്പെടുത്താം. അയ്യോ, അതൊന്നും വേണ്ട സാറേ. ഇനിയിപ്പോ ഒന്നും തന്നില്ലെങ്കിലും ഞാൻ ഈ സുന്ദരിയുമായിട്ട് എവിടേക്ക് പോകാനും തയ്യാറാണ്, ഇവൾ എന്റെ സ്വന്തമാവുന്നത് വരെ. ഇവളുടെ മനസ്സാടി വിളിയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മഹാലക്ഷ്മി, ഒരു നിമിഷം ഒന്ന് വന്നേ. ഇപ്പൊ ഇറങ്ങണേട്ടാ. നിനക്കിത് എന്തിന്റെ കേടായിരുന്നടി? കൊട്ടാരം പോലുള്ളൊരു വീടും അയാളുടെ സമ്പത്തും കണ്ടപ്പോ അത് മതിയെന്ന് നിനക്ക് തോന്നി. ഇതൊക്കെ ആരാ നിന്നോട് പറഞ്ഞത്? കരുണയാണോ? അവള് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ ഒരു കാഴ്ച കാണുന്ന ആർക്കും മനസ്സിലാവുമല്ലോ നിന്റെ മനസ്സിലിരിപ്പ്. എന്നാലും നിന്റെ അമ്മ ഇതിന് കൂട്ടുനിന്നല്ലോ. ദേ, എന്റെ അച്ഛൻ മരിച്ച ശേഷം എന്നെ സ്കൂളിൽ വിട്ടിട്ടില്ല. അത് കഴിഞ്ഞ് കരുണ ജനിച്ച പിന്നെ അവളെ സ്കൂളിൽ ചേർത്തപ്പോഴാ എന്നെയും കൊണ്ട് ചേർത്തത്. അന്ന് തൊട്ട് നിങ്ങൾ എല്ലാവരും എന്റെ അവളുടെയും ഫ്രണ്ട്സാ. എന്നാലും അവളോട് എല്ലാവർക്കും ഇഷ്ടം കൂടുതലും. എന്ന് വെച്ചാ എന്റെ കയ്യിൽ ഒരിക്കലും പോക്കറ്റ് മണി ഉണ്ടായിട്ടില്ലല്ലോ. അവളല്ലേ നിങ്ങൾക്കൊക്കെ ചെലവ് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് അവള് പറയുന്നതേ നിങ്ങളെല്ലാവരും പറയൂ. പക്ഷെ എന്റെ കണ്ണേട്ടന്റെ മുന്നിൽ വെച്ച് ഇത്തരം സംസാരങ്ങൾ ഉണ്ടായാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നമുക്ക് പോവാം.
കൊള്ളാം. ആ പിന്നെ നിങ്ങൾ ചിന്തിക്കുന്നത് തന്നെയാ സത്യം. പണത്തിന്റെ അത്യാഗ്രഹം കൊണ്ടാ അവൾ അയാളെ തന്നെ വേണോന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരാളെ ആരെങ്കിലും കല്യാണം കഴിക്കുവോ? ആ പിന്നെ എന്റെ സഹായത്തിന് കൂടെ പോരട്ടെ എന്ന് കരുതിയതുകൊണ്ടാ ഈ കല്യാണം തന്നെ നടന്നത്. വാ. മൈ ഡിയർ ഫ്രണ്ട്സ്, കരുണയും മഹാലക്ഷ്മിയും തമ്മിൽ പ്രായത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിലും അവർ നമുക്കൊപ്പമാണ് പഠിച്ചത്. അവരുടെ മാരേജും ഒന്നിച്ചാണ് കഴിഞ്ഞത്. അന്ന് നമ്മൾ ആ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് ഇന്നത്തെ ഈ ദിവസത്തിന് വേണ്ടിയാ. നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെയും അവരുടെ പങ്കാളികളെയും നമുക്കൊരു പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യാം. Come on to the stage. ഉണ്ണേട്ടാ വാ, നമുക്ക് സ്റ്റേജിൽ കയറാം. അവരെന്താ മടിച്ചു നിൽക്കുന്നേ? നമ്മളെ പോലെയൊക്കെ അവളുടെ ഹസ്ബൻഡിന് ഓടിക്കയറാൻ പറ്റില്ലല്ലോ. വാ ലക്ഷ്മി, നമുക്ക് ഡാൻസ് ചെയ്യാം. ഇതൊക്കെ കാലിന് വഴക്കമുള്ളവർക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും തന്റെ സുഹൃത്തുക്കൾ വിളിച്ച ഫംഗ്ഷൻ അല്ലേ, അതിൽ നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. താനും കൂടെ കൂടിക്കും. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്തിരുന്ന് അഡ്ജസ്റ്റ് ചെയ്തോളാം. ചിലടോ കഥകൾ നെയ്ത് വന്ന പൂങ്കാറ്റെ കുളിരു കമ്മലിട്ട് കവിളിലൊന്ന് തൊട്ട് പുളുങ്ങി കൂടി കളിയാടാ. മണ്ടൻ എന്നെ വിളിക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ചാൻസാ.
മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.